ഹൃദയം എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണുവിനെ സിന്ധു ജാമ്യത്തിലിറക്കുന്നു. ജാമ്യത്തിലിറങ്ങിയ വിഷ്ണു സിന്ധുവിനോട് പറയുന്നു, നീയല്ലേ എന്നെ ജയിലിലാക്കിയത്? അതേ, നിന്നെക്കൊണ്ട് തന്നെ ഞാൻ ജാമ്യത്തിലിറങ്ങി. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുന്ന രീതിയാണ് എനിക്കുള്ളത്. നിനക്ക് ജാമ്യം മാത്രമേ കിട്ടിയുള്ളൂ. കേസിനെയും നടക്കാനിരിക്കുന്നതേയുള്ളൂ. എനിക്ക് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നിന്നെപ്പോലെ ഒരു ക്രിമിനലിനെ ഞാൻ ജാമ്യത്തിലിറക്കിയത്. കേസ് വാദിക്കാൻ വേറെ അഡ്വക്കേറ്റിനെ നോക്കിക്കോ എന്ന് സിന്ധു പറയുന്നു. സിന്ധുവിനോട് ഡിവോഴ്സ് കഴിയുമ്പോൾ നല്ലൊരു തുക നഷ്ടപരിഹാരം വാങ്ങണമെന്ന് ചന്ദ്രയോട് വിഷ്ണു പറയുന്നു. ഡിവോഴ്സിന് സമ്മതിച്ചാൽ വിഷ്ണുവിനെ ജാമ്യത്തിലിറക്കാമെന്ന കരാർ മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ എന്ന് ചന്ദ്ര പറയുന്നു. അതൊക്കെ അപ്പോഴല്ലേ. ഇനി സിന്ധുവിനോട് പറയണം സിന്ധുവിൻ്റെ വീട് നഷ്ടപരിഹാരമായി നൽകണമെന്ന്. വീടോ? അതൊന്നും സിന്ധു തരുമെന്ന് തോന്നുന്നില്ല. പ്രേമയുടെ ആഭരണങ്ങൾ കുറെ എൻ്റെ കയ്യിലാണ്. അതുപോരെ നമുക്ക് ജീവിക്കാൻ? അതുപോരാ, ആ വീട് തന്നെ നമുക്ക് കിട്ടണം. വേണമെങ്കിൽ ഞാൻ കൂടി വരാം സിന്ധുവിനോട് സംസാരിക്കാൻ എന്ന് വിഷ്ണു പറയുന്നു. അതൊന്നും വേണ്ട, ഞാൻ തന്നെ സംസാരിച്ചോളാം എന്ന് ചന്ദ്രയും പറയുന്നു. ചന്ദ്രയും വിഷ്ണുവും ഭാര്യയും ഭർത്താവുമാണെന്ന കാര്യം പ്രേമക്കറിയാവുന്നതുകൊണ്ട് ഇവിടെ ഒരു ഡിവോഴ്സിൻ്റെ തന്നെ ആവശ്യമില്ല. സിന്ധുവിനെ വിവാഹിതയായ ചന്ദ്ര വിവാഹം കഴിച്ചു എന്ന കുറ്റത്തിന് ചന്ദ്രയെ കോടതി ശിക്ഷിക്കും. ചന്ദ്ര വിഷ്ണുവിനെയും കൂട്ടി കോടതിയിൽ നിന്നും നേരെ സിന്ധുവിൻ്റെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വരുന്നവരോട് സിന്ധുവിൻ്റെ അച്ഛനും പ്രേമയുടെ ഭർത്താവും സിന്ധു ഇവിടെ ഇല്ലെന്ന് പറയുന്നു. സിന്ധുവിനെ കണ്ട് ഒരു നല്ല വാക്ക് പറയാൻ വന്നതാണ്, കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് വിഷ്ണു പറയുന്നു. എത്രയും വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോ. പ്രേമ നിങ്ങളെ കണ്ടാൽ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലെന്ന് പ്രേമയുടെ ഭർത്താവ് പറയുമ്പോൾ ചന്ദ്ര പറയുന്നു, ഓർമ്മയില്ലാത്തവരെന്ത് ചെയ്യാനാണ്? വിഷ്ണു വാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ അകത്തേക്ക് കൊണ്ടുപോയി ഒരു റൂമിൽ ഇരുത്തുന്നു. റൂമിൽ കയറി കട്ടിലിൽ കിടക്കാൻ പോകുന്ന വിഷ്ണുവിനെ പ്രേമ പുറകിൽ നിന്നും ചവിട്ടി വീഴ്ത്തുന്നു. പ്രേമയുടെ കയ്യിൽ വെട്ടുകത്തിയുണ്ട്. നീ ആരാടാ എന്ന് പ്രേമ ചോദിക്കുന്നു. ഞാൻ വിഷ്ണു, ചന്ദ്രയുടെ ഫ്രണ്ടാണ്. ഫ്രണ്ടോ? സത്യം പറയടാ, ശരിക്കും നീ അവളുടെ ആരാണെന്ന് ചോദിക്കുന്നു. വെട്ടുകത്തി കൊണ്ട് വെട്ടുന്നു. വിഷ്ണു ഒഴിഞ്ഞു മാറുന്നു. പ്രേമ പല പ്രാവശ്യം വെട്ടുന്നു. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി വിഷ്ണു റൂമിൽ നിന്നും ഓടുന്നു. പ്രേമ പുറകെ ഓടിച്ചിട്ട് വിഷ്ണുവിനെ തല്ലുന്നു. ഒടുവിൽ പ്രേമയുടെ ഭർത്താവും അച്ഛനും വന്ന് പ്രേമയെ പിടിച്ചു മാറ്റുന്നു. വിഷ്ണുവിനെ ചന്ദ്രയും പിടിച്ചു മാറ്റുന്നു. അങ്ങനെ വിഷ്ണുവും ചന്ദ്രയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ചന്ദ്ര സിന്ധുവിനോട് നഷ്ടപരിഹാരം വേണമെന്ന് പറയുന്നു. നഷ്ടപരിഹാരമോ? ഒരു ചില്ലി പൈസ നിനക്ക് ഞാൻ തരില്ല. വിഷ്ണുവിനെ ജാമ്യത്തിൽ ഇറക്കാം എന്നതു മാത്രമായിരുന്നു നമ്മുടെ കരാർ. സാമ്പത്തികമായിട്ടുള്ള കരാർ ഇനിയായാലും ചെയ്യാമല്ലോ എന്ന് ചന്ദ്ര പറയുന്നു. നടക്കില്ല. എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി ഡിവോഴ്സിൽ നിന്നും പിന്മാറാമെന്നാണ് നിന്റെ വിചാരമെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ അറിയുമെന്ന് പറഞ്ഞ് സിന്ധു പോകുന്നു. സിന്ധു പോയതിന് ശേഷം പ്രേമ അങ്ങോട്ട് വരുന്നു. എന്താ നീയും സിന്ധുവുമായി സംസാരിച്ചതെന്ന് പ്രേമ ചോദിക്കുന്നു. അതൊക്കെ നിങ്ങൾ എന്തിനാണ് അറിയുന്നത്? അത് കേട്ടതോടെ ചന്ദ്രയുടെ മുഖത്ത് പ്രേമ അടിക്കുന്നു. നിങ്ങൾ എന്തിനാണ് എന്നെ ഇപ്പോൾ അടിച്ചത്? അതോ തർക്കുത്തരം പറഞ്ഞതിന്? നിന്നേക്കാൾ മൂത്തതല്ലേ ഞാൻ? പറയടി, സിന്ധു എന്തിനാണ് നിന്നോട് ദേഷ്യപ്പെട്ടത്? ഡിവോഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. അതിനെന്തിനാണ് സിന്ധു ദേഷ്യപ്പെട്ടത്? നീ സിന്ധുവിനോട് നഷ്ടപരിഹാരം ചോദിച്ചല്ലേ? അതെ, സിന്ധുവേട്ടനുടനെ കല്യാണമുണ്ടാകും. എനിക്ക് രണ്ടാമതൊരു കല്യാണമുണ്ടാകാൻ പ്രയാസമുണ്ടാകും. അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എന്തോർമ്മയുണ്ട്? അപ്പോൾ നിങ്ങൾ ഓർമ്മയില്ല എന്ന് അഭിനയിക്കുകയാണല്ലേ? അതോടെ പ്രേമ പൊട്ടിച്ചിരിക്കുന്നു. എനിക്കെന്തോർമ്മ? ഒരു ഓർമ്മയുമില്ല. നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ നീ ഇത്രയേ ഉള്ളൂ അല്ലേ? വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.